വചനസാരം വചനസാരം. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഈ പെസഹാക്കാലത്തായിരിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം നാം ഇന്ന് ധ്യാനിക്കുമ്പോൾ ഈശ്വനാഥൻ നമ്മളോട് അരുൾ ചെയ്യുകയാണ്, എൻ്റെ വചസ്സുകൾ ആത്മാവും ജീവനുമാണ്. ദൈവവചനം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് ഈശ്വനാഥൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മാമോദീസ എന്ന കൂദാശ സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറിയ നാം നമ്മുടെ ജീവിതം വഴി തിരുവചനം ജീവിക്കുവാനും പ്രഘോഷിക്കുവാനും വചനത്തിലൂടെ ക്രിസ്തുവിന് സാക്ഷികളായി ഈ ലോകത്ത് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ ഈ ചെറിയ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ എല്ലാ ദിവസവും തിരുവചനം വായിക്കുന്നവരാണോ? നമ്മൾ തിരുവചനം ധ്യാനിക്കുവാനും ജീവിക്കുവാനും വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ? വചന അനുഷ്ഠിതമായ ഒരു ജീവിതം നടത്തുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ വചനത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തിരുവചനം വായിക്കുവാനും അതിനെ പ്രഘോഷിക്കുവാനും തിരുവചനത്തെ ജീവിക്കുവാനും ആ ജീവിതം വഴി നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി, ക്രിസ്തുവിലേക്ക് അടുക്കുവാനുള്ള ആഗ്രഹം, വിശുദ്ധിയിലേക്ക് തിരികെ വരുവാനുള്ള നമ്മുടെ മനസ്സിനെ നമുക്ക് തിരികെ പിടിക്കുവാൻ വേണ്ടി ശ്രമിക്കാം. വചനം പഠിക്കുവാനും വായിക്കുവാനും ധ്യാനിക്കുവാനും പ്രഘോഷിക്കുവാനുമുള്ള ഒരു നല്ല മനസ്സിനും അതിനുവേണ്ടി സമയം കണ്ടെത്താനും വേണ്ടി നമുക്ക് ശ്രമിക്കുകയും നമ്മുടെ ജീവിതം കൂടുതൽ വചനത്തിനോട് ചേർത്ത് വെക്കണമേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വചനസാരം വചനസാരം.